ആദർശിന്റെ അച്ഛൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അസോസിയേഷനിൽ ഒരു കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. കപ്പിൾസിന് വേണ്ടി നടക്കുന്ന കോമ്പറ്റീഷൻ ആണ്. അതിൽ ബെസ്റ്റ് കപ്പിൾസിനെ സെലക്ട് ചെയ്ത് ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. 15 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ്. അതില് നമ്മുടെ വീട്ടിലെ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കാനായി അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെയൊക്കെ അച്ഛൻ അവരോട് പറയുന്നുണ്ട്. ഈ വീട്ടിലെ ബെസ്റ്റ് കപ്പിൾസ് അനിയും ഞാനുമാണ്. അതിനി പ്രത്യേകിച്ച് മത്സരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആദർശേട്ടനും നയനേട്ടത്തിയും ഇതിൽ പങ്കെടുത്ത അവർ തോറ്റുപോകും, അതുറപ്പല്ലേ? അങ്ങനെ അനാമിക പറയുമ്പോ ആദർശനും നയനയ്ക്കും എന്താടി കുഴപ്പം, അവരാണ് ഈ വീട്ടിലെ ബെസ്റ്റ് ജോഡി എന്നു പറഞ്ഞ് നവ്യ അതിനെ എതിർക്കുവാണ്. നയന അനാമിക പറഞ്ഞത് കേട്ടിട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നേ, അത് വിട്ടേക്ക്, ഞാനും നീയുമാണ് ഈ ലോകത്ത് തന്നെ ഏറ്റവും പൊരുത്തമുള്ള ജോഡി എന്നു പറഞ്ഞ ആദർശ് നയനെ ചേർത്ത് പിടിക്കുവാണ്. അതെ അതെ, കണ്ടാലും പറയും, ഏറ്റവും മോശം കപ്പിൾസിനുള്ള ഏതെങ്കിലും കോntest വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കായിരിക്കും അതിൽ ഒന്നാമത് കിട്ടാൻ പോകുന്നേ, അല്ലേ ഏട്ടത്തി എന്നു പറഞ്ഞ് ജാനകി നയനെയും ആദർശിനെയും കളിയാക്കി ചിരിക്കുവാണ്. ഏട്ടത്തി, അമ്മ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, കോമ്പറ്റീഷനില് നിങ്ങൾ രണ്ടുപേരും പങ്കെടുക്കണം. അങ്ങനെ അനി പറയുമ്പോ ഞങ്ങളില്ല അനി, കോമ്പറ്റീഷനിൽ വിൻ ചെയ്തിട്ട് വേണോ ഞങ്ങൾ ബെസ്റ്റ് കപ്പിൾസ് ആണെന്ന് തെളിയിക്കാൻ. ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, അത് മതി എന്ന് പറഞ്ഞു നിൽക്കുവാണ് നയന. അത് കേട്ട് അനാമികയുടെ അമ്മ വന്ന് എന്റെ മോളോടൊത്ത് മത്സരിക്കാൻ ഈ നയനക്ക് പേടിയാണെന്ന്, അതാ ഇവള് മത്സരിക്കാതെ മാറി നിൽക്കുന്നേ എന്ന് പറയുമ്പോ ഞാൻ ആരെയും പേടിക്കുന്നില്ല ആന്റി, ഈ കോമ്പറ്റീഷനില് ആദർശേട്ടനോടൊപ്പം ഞാനും ഉണ്ടാവും. അങ്ങനെയൊക്കെ നയന പറയുന്നുണ്ട്. ആര് പങ്കെടുത്താലും ശരി, എന്റെ മോനെയും മരുമകളെയും തോൽപ്പിക്കാൻ ഈ വീട്ടിൽ ആരെ കൊണ്ടും ആവില്ല. രണ്ടുപേരെയും ഒന്ന് നോക്ക്, എന്ത് നല്ല ജോഡിയാ അനിയും അനാമിക മോളും ഒരുമിച്ച് നിൽക്കുമ്പോ. ആ 15 ലക്ഷം എന്റെ മകള് തന്നെ സ്വന്തമാക്കും, എനിക്കതില് യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്ക് എന്റെ അനാമിക മോളെ. അങ്ങനെ അവരെ നോക്കി പറയുവാണ് ജാനകി. 15 ലക്ഷം എന്ന് കേട്ട് തുള്ളിച്ചാടുവാണ് രേവതിയും അവരുടെ ഭർത്താവും. അല്ല വേണുവേട്ടാ, നമുക്ക് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്താലോ, എന്നിട്ട് ആ 15 ലക്ഷം നമുക്ക് സ്വന്താക്കിയാലോ എന്ന് ചോദിക്കുമ്പോ അതിന് നമ്മൾ അതിൽ പങ്കെടുപ്പിക്കില്ല രേവതി, ഇതിനൊക്കെ ഏജ് ലിമിറ്റ് ഉണ്ട്, 50 വയസ്സ് കഴിഞ്ഞ നമ്മളെയൊന്നും അവർക്ക് അവിടെ ആവശ്യമില്ലെന്ന്. അങ്ങനെയൊക്കെ വേണുവേട്ടൻ അവർക്ക് മറുപടി കൊടുക്കുവാണ്. നവ്യാണെങ്കിൽ അബിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ വിൻ ചെയ്യാനൊന്നും പോകുന്നില്ല, നമ്മൾ തമ്മിൽ സ്നേഹത്തിലൊന്നും അല്ലെന്ന് എന്തിനാ മറ്റുള്ളവരെ അറിയിക്കുന്നേ, എനിക്കിതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ നവ്യ പറയുന്നത് കേട്ടുകൊണ്ട് ജലജ എത്തുവാണ്. ഈ കോമ്പറ്റീഷനില് നീ ഇവളും പങ്കെടുക്കണം, എന്നിട്ട് വിജയിച്ച് ആ 15 ലക്ഷം രൂപ എന്റെ കയ്യിൽ കൊണ്ടു തരണം, നിങ്ങൾക്ക് വേണ്ടെങ്കിലും ആ പണം എനിക്ക് വേണം എന്നൊക്കെ നവ്യയെ അബിയെയും ഉപദേശിച്ചു പോവുകയാണ്. അതേസമയം ആദർശ നയനയും റൂമില് ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആദർശേട്ടാ, ഈ ലോകത്ത് വെച്ച് തന്നെ ബെസ്റ്റ് കപ്പിൾസ് നമ്മളല്ലേ, പിന്നെ ഇങ്ങനൊരു മത്സരത്തിന് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ പണത്തിന് നിനക്ക് ആർത്തിയില്ലെന്ന് എനിക്കറിയാം നയനെ, നമ്മൾ പോയില്ലെങ്കിൽ ആ അനാമിക നാടകം കളിച്ച് ആ 15 ലക്ഷം കൈക്കലാക്കും, നിനക്കറിയാലോ നയനെ. പണത്തിനു വേണ്ടി എന്ത് തറവേല വേണമെങ്കിലും ചെയ്യുന്ന കൂട്ടങ്ങളവര്. പാവോ അനി, കാശ് കിട്ടിയാലും അവനത് വാങ്ങില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം, എനിക്ക് വേണ്ടി നീ വാ നയനെ. അങ്ങനെയൊക്കെ ആദർശ് പറഞ്ഞപ്പോ ശരി ആദർശേട്ടാ എന്നു പറഞ്ഞ് നയന ഓക്കെ പറയുവാണ്. പിന്നീട് അനിയുടെ അടുത്തേക്ക് അനാമിക സന്തോഷത്തോടെ വരുന്നുണ്ട്. അനി, ഈ കോമ്പറ്റീഷനിലെങ്കിലും നീ എന്നെ കൊണ്ടുപോകണം, വിൻ ചെയ്തിട്ടേ നമ്മൾ തിരിച്ചു വരാൻ പാടുള്ളൂ, നമ്മളായിരിക്കണം ബെസ്റ്റ് കപ്പിൾസ്, അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നൊക്കെ അനാമിക പറയുമ്പോ എന്തിന്, നമ്മൾ തമ്മിൽ ഇഷ്ടക്കേടുകൾ ഉണ്ടെന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം, അതിനെ നാട്ടുകാരെ കൂടി അറിയിക്കാനോ എന്ന് ചോദിക്കുവാണ് അനി. നീ എന്തു പറഞ്ഞാലും ശരി, നാളെ ആദർശേട്ടനെയും നയനെയും വിൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അനി, നീ എന്റെ കൂടെ വന്നേ പറ്റൂ, നീ ഒന്ന് നിന്ന് തന്നാ മതി, ഞാൻ പെർഫോം ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അനാമിക അനിയെ സമ്മതിപ്പിക്കുവാണ്. അടുത്ത ദിവസം 3 പേരും അവരുടെ ഭാര്യമാരുമായി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായി പോകുന്നുണ്ട്. ജഡ്ജസ് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് അവരൊക്കെ അവരുടെ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അവസാനം ജഡ്ജസ് റിസൾട്ട് പറയാനായി വരുവാണ്. അനാമികയെ നോക്കി അവര്, ഈ കുട്ടി പെർഫോം ചെയ്യാൻ വന്നതാണോ അതോ പണത്തിനു വേണ്ടി മാത്രം വന്നതുപോലെ തോന്നുന്നുണ്ട്, പിന്നെ ഇവളും ഇവളുടെ ഹസ്ബൻഡും തമ്മിൽ യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കാണുന്നില്ല, ഇവര് അത്ര നല്ല കപ്പിൾസ് ഒന്നുമല്ല, ബെസ്റ്റ് കപ്പിൾസായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ആദർശിനെയും നയനെയുമാണ്, അവര് തമ്മിൽ പരസ്പരം ബഹുമാനവും സ്നേഹവും ഒക്കെ കാണാനുണ്ട് എന്നു പറഞ്ഞ ജഡ്ജസ് ആ 15 ലക്ഷം
അവർക്ക് കൊടുക്കുവാണ്. അത് കണ്ട് എല്ലാവരും കൈയടിക്കുമ്പോ ദേഷ്യം വന്ന അനാമിക അവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ ആദർശിനും നയനയ്ക്കും തുടക്കത്തിലെ പുറത്തായിട്ടുണ്ടാവും. എന്റെ മോനും മരുമോളും ആയിരിക്കും വിൻ ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ജാനകി പറയുമ്പോ നയന ആ ക്യാഷ് പ്രൈസുമായി അവിടേക്ക് എത്തുവാണ്. എന്താ അനാമിക മോളെ ഇത്? നിങ്ങളല്ലേ ഈ സ്ഥാനത്തേക്ക് വരേണ്ടത്? അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊന്നും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ ജാനകി ചോദിക്കുവാണ്. ഇല്ല അമ്മേ, അവര് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ആൻസർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഈ 15 ലക്ഷം ആ നയനക്ക് കിട്ടിയല്ലോ. അവളുടെ അഹങ്കാരം ഇനി ഞാനല്ലേ കാണേണ്ടത്? അവളും അവളുടെ ഒരു ആദർശേട്ടനും അവരാണത്രേ ബെസ്റ്റ് ജോഡി. അവിടെ വന്നിരിക്കുന്ന ജഡ്ജസ് കണ്ണോട്ടന്മാരാണോ എന്ന് പറയുവാണ് അനാമിക. രേവതി വന്ന് 15 ലക്ഷം അല്ലേ മോളെ അവൾക്ക് കിട്ടിയുള്ളൂ, അല്ലാതെ 15 കോടിയൊന്നും കിട്ടിയില്ലല്ലോ. അത് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം, മോൾ വിഷമിക്കാതിരിക്ക് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. 15 ലക്ഷം ആയാലും 15 രൂപയായാലും ഈ പണം അവര് കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലമാണ്. എനിക്കറിയായിരുന്നു ആദർശമോനും നയനമോക്കും തന്നെയായിരിക്കും ഫസ്റ്റ് കിട്ടാൻ പോകുന്നേന്ന്. അങ്ങനെ മുത്തശ്ശൻ പറയുമ്പോ നമ്മൾ ജയിക്കാനുള്ള ഒരേ ഒരു കാരണം ഈ നയനയാണ് മുത്തശ്ശ. അവള് കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൾ ഇന്നലെ ഉറങ്ങാതെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാൻ അതിനൊന്നും മെനക്കെട്ടില്ല. അങ്ങനെ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ദേവ്യാനി, ഒന്ന് മതിയാക്കടാ നിന്റെ ഭാര്യയെക്കുറിച്ചുള്ള പുകഴ്ത്തി പറയല്. നീ പറയുന്നത് പോലെ നിങ്ങൾ തമ്മിൽ അത്ര മേശമൊന്നുമില്ല. ഇവർ തമ്മിൽ അത്ര അടുപ്പത്തിലൊന്നും അല്ലെന്ന് ഈ വീട്ടിലുള്ളവർക്കല്ലേ അറിയൂ, അത് നാട്ടുകാർക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ദേവ്യാനി മറുപടി കൊടുക്കുവാണ്. നയനെ, ഈ പണം നിന്റെ അക്കൗണ്ടിൽ ഇട്ടാ മതി. എനിക്ക് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ആവശ്യത്തിലുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെ ആദർശ് പറയുമ്പോ, വേണ്ട ആദർശേട്ടാ, എനിക്ക് പണത്തിനോട് അത്ര മോഹമൊന്നുമില്ലെന്ന് ആദർശേട്ടൻ അറിഞ്ഞൂടെ? ഈ പണം ആദർശേട്ടന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്താ മതി എന്നൊക്കെ നയന പറയുന്നുണ്ട്. പിന്നെ എനിക്കൊന്നും വേണ്ട ഇവളുടെ പണം. ഇവൾ ഉണ്ടാക്കിയ പണത്തിന്റെ ആവശ്യം എനിക്കില്ല. പണവും സ്വർണവും ആവശ്യത്തിലധികം തന്നുവിട്ട എന്നെ എന്റെ അച്ഛൻ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത്. ഇവളുടെ പണം ഞാൻ കൈകൊണ്ട് പോലും തൊടില്ല. അങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട്. അത് കേട്ട് നയന ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ദേഷ്യം വന്ന ദേവ്യാനിയുടെ ഭർത്താവ്, എടി ദേവ്യാനി, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നയനമോളെ ചെറുതാക്കി എല്ലാവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കരുതെന്ന്. നിന്റെ പണവും സ്വർണവും ഒന്നും കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നിന്റെ സ്വഭാവം കണ്ടിട്ട് തന്നെയാ. പക്ഷെ അന്നത്തെ നിന്റെ സ്വഭാവമല്ല ഇപ്പൊ നീ കാണിക്കുന്നത്. നീ ഇനിയും എന്റെ മരുമോളെ വില കുറച്ച് കാണാനാണ് ഭാവമെങ്കിൽ എനിക്ക് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ കരയാൻ പോകുന്നത് നീ ഒറ്റക്കായിരിക്കും ദേവ്യാനി. അങ്ങനെ ദേവ്യാനിയെ നോക്കി അവരുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്. എടി നയനെ, നീ എന്തിനാ പേടിച്ചു നിൽക്കുന്നേ? പണം വാങ്ങിക്കാൻ നീ എന്തിനാ മടിക്കുന്നേ? ഇത് നിനക്കും ആദർശേട്ടനും മാത്രം അവകാശപ്പെട്ട കാശാണ്. അത് നീ വാങ്ങിക്കടി. അങ്ങനെ നവ്യ പറഞ്ഞത് കേട്ടപ്പോ നയന ആ 15 ലക്ഷം വാങ്ങിക്കുന്നുണ്ട്. അത് കണ്ട് അസൂയയോടെ നോക്കുവാണ് അനാമികയും അവളുടെ പേരൻസും. ഒറ്റ ദിവസം കൊണ്ടാ ആ ഒന്നുമില്ലാത്തവളുടെ കയ്യില് 15 ലക്ഷം വന്നു ചേർന്നത്. ഇത്രയും നാള് പ്രയത്നിച്ച നമ്മുടെ മകൾക്ക് ഈ വീട്ടിന്ന് 15 രൂപ പോലും നേടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അച്ഛൻ പറയുമ്പോ ആ നയനയും അവളുടെ ശേഷി ഉള്ളിടത്തോളം കാലം ഒരു ചില്ലിക്കാശ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് തോന്നില്ല വേണുവേട്ടാ. എല്ലാ അവളുമാരും അടിച്ചു മാറ്റിക്കോളും. നമ്മുടെ മോള് പാവം, ഒരുപാട് ആഗ്രഹിച്ചത് ആ പണം എന്നൊക്കെ ദേവ്യാനി മറുപടി കൊടുക്കുന്നുണ്ട്.